നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഞങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവമേ, ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഛായയിലും ഞങ്ങളെല്ലാവരെയും സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രവും നന്ദിയും കരേറ്റുന്നു. യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സമർത്ഥമായ ജീവൻ്റെ അനുഭവത്തിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമുള്ളതെല്ലാം ദൈവം ഞങ്ങൾക്ക് തരികയും സമർത്ഥമായ ജീവനിലേക്ക് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്കായും അതിലൂടെ നടത്തപ്പെടുന്ന എല്ലാ ദൈവരാജ്യ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ സ്തോത്രവും നന്ദിയും കരേറ്റുന്നു. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ മേൽപ്പട്ടക്കാർക്കായി, പട്ടക്കാർക്കായി, സുവിശേഷകർക്കായി, സേവനിമാർക്കായി, വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ പട്ടത്വ ശുശ്രൂഷയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചും തിരുമേനിയുടെ 75ാം ജന്മദിനത്തോട് ചേർന്നും ആരംഭിച്ച ലക്ഷ്യ അഭയം പദ്ധതികൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന ഞങ്ങളുടെ അഭയം പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ ഗുണഭോക്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കായും ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ പ്രസ്ഥാനം ഏറ്റവും വിജയകരമായി തീരുന്നതിനും സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ദൈവസ്നേഹം പകരുന്നതിന് മുഖാന്തരമായും ഈ ഞങ്ങളുടെ ഉദ്യമങ്ങളെ ദൈവം വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല നേതൃത്വത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ തുടർന്നും തിരുമേനിയോട് കൂടെ ഇരിക്കുകയും എല്ലാ നന്മകളാൽ നിറയ്ക്കുകയും ആവശ്യമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സഫറകൻ മെത്രാപ്പോലീത്ത വിയാക്കിമാർ കൂർലോസ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയോട് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നേതൃത്വത്തിനായി സ്തോത്രം. കർത്താവെ, അഭയം പദ്ധതിയുടെ ഭാഗമായി വീടിൻ്റെ അടിസ്ഥാന ശില ആശീർവദിക്കുന്ന ഈ പ്രത്യേക ചടങ്ങിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. എല്ലാം അനുഗ്രഹകരമാക്കണമേ. കൂടി വന്ന ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ യാചനകളെ കേൾക്കണമേ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ സഫ്രകൻ മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗതം അറിയിക്കട്ടെ. പ്രിയപ്പെട്ട ഈശോ മാത്യു അച്ഛൻ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെയും എല്ലാവരുടെയും അറിവിലും പരിചയത്തുള്ളത് കൊണ്ട് അഭയത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മെത്രാപ്പൊലീത്ത തിരുമേനി പട്ടത്ത ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തീകരിച്ച ആ വേളയിൽ ഒപ്പം ആയുസിൻ്റെ 75ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച് നീങ്ങുമ്പോൾ 2 പദ്ധതികൾക്കാണ് സഭ കൗൺസിൽ രൂപം കൊടുത്തത്. ഒന്ന് അഭയം, വീടില്ലാത്തവർക്ക് വീട്. മറ്റേത് പഠിക്കുവാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പദ്ധതി ഒരുക്കുന്ന ലക്ഷ്യം. ഈ 2 പ്രോജക്റ്റുകൾ നടത്താനായിട്ട് തീരുമാനിച്ചു. ദൈവകൃപയാൽ ഇതിനോടകം 59 വീടുകൾ കൂദാശ ചെയ്തു. ഇപ്പോൾ 30 വീടുകൾ പണിത് പൂർത്തീകരണത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. 48 വീടുകളുടെ പണി ആരംഭിച്ചു. നമ്മുടെ ശബരിമലയ്ക്കടുത്തുള്ള ലാഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദിവാസികൾക്ക് 4 വീടുകൾ കലക്ടറുടെയൊക്കെ അനുവാദത്തോടെ നിർമ്മിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പുറം കഴിയേണ്ടതായിരുന്നു. ഇത്രയൊക്കെ ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഇതിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഇതിൽ സഭാമക്കളുടെ നല്ല സഹായ സഹകരണങ്ങളുണ്ടായിരുന്നു. അനേകരെ കൈ തുറന്ന് സഹായിച്ചു. അനേകരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത്. ഇന്ന് 31 വീടുകൾ കൂടി അടിസ്ഥാന ശിലകൾ വാഴ്ത്തി അനുഗ്രഹിച്ച് അവർക്ക് കൊടുക്കാനായിട്ടുള്ള പദ്ധതി. അതിൽ ഇന്ന് 19 പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് പിന്നാലെ അത് നൽകുന്നതാണ്. നമുക്കറിയാം, ഒരു വീട് നിർമ്മിക്കുവാൻ 12 ലക്ഷം രൂപ ആവശ്യമാണ്. 560 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. 10 ലക്ഷത്തിൽ കുറയാൻ നടക്കത്തില്ല. എന്നാൽ ഈ വീടുകൾ 7.5 ലക്ഷത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ദൈവകൃപയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ VS കറിയാത്തിൻ്റെ കൂടെയുള്ള ടീമുണ്ട്. അപ്പോൾ അവരുടെ പ്രതിഫലമൊന്നുമില്ലാതെയുള്ളൊരു സഹായവും കോൺട്രാക്ടർമാർക്ക് സ്ക്വയർ ഫീറ്റിൽ 1300 രൂപ കൊടുത്ത് ചെയ്യുന്ന ഒരു പദ്ധതിയൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം 2000 രൂപ ആകുന്നിടത്താണ് 1300 രൂപയ്ക്ക് ഇത് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വലിയ നന്മ ഇതിനകത്തുണ്ട്. അപ്പം 5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുമ്പോൾ വീട് ലഭിക്കുന്നവരോ അവരെ സ്പോൺസർ ചെയ്ത ഇടവകളോ ആരെങ്കിലും 2.5 ലക്ഷം രൂപയുടെ തന്നിരിക്കണം. അങ്ങനെയാണ് വീട് പണി പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തവർക്കാണ് ഇന്ന് കല്ലുകൾ നൽകാനായിട്ട് ഒരുങ്ങുന്നത്. ബാക്കിയുള്ളവരെ ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ പിന്നാലെ അത് നൽകുന്നതാണ്. ഈ പദ്ധതിയോടൊപ്പമാണ് ലക്ഷ്യം. പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന 100 വിദ്യാർത്ഥികളെ സഹായിക്കാനായിട്ടാണ് സഭ തീരുമാനിച്ചത്. ഇതിനോടകം MBBS പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, നേഴ്സിംഗ് പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ, എൻജിനീയറിംഗ് പഠിക്കുന്നവർ, B.Pharm-ഉം D.Pharm-ഉം പഠിക്കുന്നവർ, മറ്റ് പാരാമെഡിക്കൽ കോഴ്സസ് CA ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്കാണ് ലക്ഷ്യയിലൂടെ നൽകുന്നത്. ഒരാൾക്ക് മാക്സിമം 5 ലക്ഷം രൂപ വരെ അവരുടെ കോളേജുകളിലേക്ക് അയച്ചു കൊടുത്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനോട് പ്രതികരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിലേക്ക് പ്രവേശിക്കണം. ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമുക്കിനിയും ഈ വീടുകളൊക്കെ പൂർത്തീകരിക്കാൻ സാമ്പത്തികമായിരിക്കുന്ന സഹായം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ദൈവം ആരുടെയൊക്കെയോ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നൽകുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീടിൻ്റെ പണികൾ 31 ആരംഭിക്കുമ്പോൾ നമുക്കറിയാം 1.5 കോടി രൂപയാണ് ഈ കല്ലിൻ്റെ മുകളിൽ വെക്കേണ്ടത്, നമ്മുടെ സഭ വെക്കേണ്ടത്. അതിൻ്റെ പകുതി വീട്ടുകാരും വെക്കണം. അപ്പം ഏകദേശം 2.25 കോടി രൂപ വരുമ്പോഴേ ഇത്രയും വീടുകൾ പൂർത്തിയാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥന ആവശ്യമാണ്. ഓൺലൈനിൽ കൂടി ഇത് കേൾക്കുന്നവരുണ്ടാകും. നമ്മളൊക്കെ നല്ല വീടുകളിൽ പാർക്കുമ്പോൾ, നമ്മുടെ മക്കളൊക്കെ നല്ല നിലകളെത്തുമ്പോൾ നമുക്ക് ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഒരു മുറിയുടെ പകുതിയെങ്കിലും പണിയുന്നത് തന്നാൽ ഒരു വീട് തീരാനായിട്ട് ഇടയാവും. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ പദ്ധതി അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജന്മദിനവും പട്ടത്തെ സുവർണ്ണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ തിരുമേനിയുടെ ഒരു വലിയ മീറ്റിംഗൊക്കെ സംഘടിപ്പിക്കാനാണ് അന്നത്തെ സഭാ കൗൺസിൽ ആഗ്രഹിച്ചത്. തിരുമേനി പറഞ്ഞു, നോ, വേണ്ട, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നന്മ ചെയ്താൽ മതി. അങ്ങനെയാണ് ഈ 2 പ്രോജക്റ്റ് വന്നത്. ഇതിനോടകം തിരുമേനി പല വീടുകൾ പണിത് പൂർത്തിയാക്കാനുള്ള തുക സഭാ ഫണ്ടിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം പല വീടുകൾ പണിയാൻ തിരുമേനിക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് തിരുമേനി ഏൽപ്പിച്ചു. ഇത് എപ്പോഴും തിരുമേനിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ് വീടില്ലാത്തവർക്ക് വീട്. ഇപ്പോൾ തന്നെ അറിയാം, സുവിശേഷ സംഘത്തിലെ ഒരു സുവിശേഷകൻ വീടില്ല. അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അദ്ദേഹത്തിന് താമസിക്കാൻ വീടില്ല. തിരുമേനിയുടെ ശ്രദ്ധയപ്പെട്ടപ്പോൾ ആപ്ലിക്കേഷൻ ഉടനെ ശ്രദ്ധയപ്പെടുത്തിയിട്ട് പറഞ്ഞു വീട് വെച്ച് കൊടുക്കണം.
പലരുടെ ഇതുപോലെ റിക്വസ്റ്റൊക്കെ വരുമ്പോൾ തിരുമേനി തന്നെ നേരിട്ട് ഇത് ചെയ്തു കൊടുക്കണമെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, സുവിശേഷകരുണ്ട്, ജനങ്ങളുണ്ട്, വിധവമാരുണ്ട്, വിഡോവേഴ്സുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സലിയുന്ന തിരുമേനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് നേരിടുമ്പോഴും ഗോ ഹെഡ്, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക, ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു. തിരുമേനി ഈ ദിവസങ്ങളിൽ ഇപ്പം വിശ്രമത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ഈ നല്ല ഒരു സംരംഭം നടക്കുമ്പോൾ തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും പ്രാർത്ഥനയും ഈ മീറ്റിങ്ങിനെയും ഈ ശിലാസ്ഥാപന കർമ്മത്തെയും ആശീർവദിക്കുമെന്നുള്ളൊരു സംശയമില്ല. തിരുമേനിക്ക് ഞങ്ങൾ ആയുരാരോഗ്യവും അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് തിരുമേനി വളരെ വിനയത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഈ കല്ലുകൾ ആശീർവദിക്കുന്ന കാര്യത്തിൻ്റെ ഇപ്പോൾ മെത്രാപ്പൊലി തിരുമേനി പറഞ്ഞു, അഭിവന്യ സഫർക്കൻ മെത്രാപ്പൊലി തിരുമേനിയാണ് ഇനി ഈ കർമ്മത്തിന് നേതൃത്വം നൽകേണ്ടത്. തിരുമേനിയോട് ആവശ്യപ്പെട്ടു. തിരുമേനി നൽകിയ സമയമാണിത്. പിന്നെ കുർലോസ് തിരുമേനി ഈ കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ തുക എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ, അച്ഛാ അഭയത്തിലൂടെ മുമ്പോട്ട് പോകട്ടെ. തിരുമേനി അങ്ങനെയൊക്കെ നല്ല പ്രചോദനം, പ്രോത്സാഹനം നൽകുന്നുണ്ട്. തിരുമേനിയുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആരുടെ കണ്ണുനീര് കാണുമ്പോഴും സഹായിക്കാൻ മനസ്സോടുകൂടെയുണ്ട്. ഇന്ന് ഈ മംഗളകർമ്മത്തിന് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടെ വന്നു. എനിക്കിന്ന് തിരക്കേറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നിട്ടും ഇന്ന് വന്ന് ഇങ്ങനെ ആശീർവദിക്കാനായിട്ടുള്ള ശുശ്രൂഷ നൽകുന്ന അഭിയോന്യ സഫ്രകൻ മെത്രാപ്പൊലീത്തനെ ഏറ്റവും വിനയത്തോടെ സ്വാഗതം ചെയ്യും. ഇവിടെ വേദിയിൽ സഭാ സെക്രട്ടറി അച്ഛനുണ്ട്, ഈശോ മാത്യു അച്ഛനുണ്ട്. ഭദ്രാസന വികാരി ജനറലായിട്ട് നിരണന്മാരാമൽ ചുമതലയേറ്റു. അച്ഛൻ്റെ ഈ ഭദ്രാസനിലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ചാർജ് എടുത്ത് അതിനുശേഷമുള്ളൊരു പബ്ലിക് ഫംഗ്ഷൻ കൂടെയാണിത്. അതുകൊണ്ട് നിരണന്മാരാമൽ ഭദ്രാസനത്തിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ വന്നവർക്കുള്ള വീടുകളാണ് ഇതിൽ ഏറെയുമുള്ളത്. അങ്ങനെ വെള്ളപ്പൊക്കം ഈ ഭാഗത്താണ് 2010 സംഭവിച്ചത്. അപ്പോൾ അവരുടെയൊക്കെ വീടുകൾ തകർന്നപ്പോൾ ഈ ഭദ്രാസനം ഇപ്പം വികാരി ജനറൽ ഈശോ മാത്യു അച്ഛൻ്റെ തുടർന്നുള്ള ഈ ഭദ്രാസനത്തിലെ ചുമതലയും അത് കഴിഞ്ഞ ഉടനെ സീനിയർ വികാരി ജനറലായിട്ട് പ്രവേശിക്കാനും പോകുകയാണ്. ഈശോ മാത്യു അച്ഛൻ എല്ലാ ഭാഗങ്ങളും ചെയ്ത് നേർന്നുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. സഭാ സെക്രട്ടറി എബി അച്ഛനാണ് ഇതിനെല്ലാം കോർഡിനേറ്ററും കൺവീനറും എല്ലാ കാര്യങ്ങളും സഭയുടെ നിർവഹിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയാം. ഇതെല്ലാം പറയുമ്പോൾ തിരക്കിൻ്റെ നടുവിൽ എല്ലായ്പ്പോഴും അച്ഛൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഗൈഡൻസും ഉണ്ട്. എബി അച്ഛ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വി എസ് കറിയാച്ചൻ, നമുക്കറിയാം അച്ഛൻ്റെ ജന്മം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യാനാണ്. ഇതിനോടൊക്കെ അനേകർക്ക് വീട് കൊടുക്കുന്നതിൻ്റെ ഈ അച്ഛനൊരു എഞ്ചിനീയർ കൂടി ആകേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങൾക്കും എഞ്ചിനീയറിംഗ് മൈൻഡോടുകൂടി ചെയ്ത് ഇതിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചിലവ് കുറഞ്ഞ ഭംഗിയായിട്ട് ചെയ്യാൻ തടി കണ്ടുപിടിക്കുന്നു, ഓടുന്നു, അധ്വാനിക്കുന്നു. എല്ലാം അച്ഛനാണ് ഈ കാര്യത്തിൽ. അച്ഛൻ്റെ ശാരീരിക ഫിസിക്കലായിട്ടുള്ള ഒത്തിരി സപ്പോർട്ടിനകത്ത് കിട്ടുന്നുണ്ട്. അച്ഛൻ്റെ നല്ല നേതൃത്വത്തിന് നന്ദി പറയുന്നു. അച്ഛൻ്റെ ഒടുവിൽ കൺക്ലൂഡിംഗ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ വി എസ് കറിയാച്ചൻ്റെ നല്ല ശുശ്രൂഷകൾക്കും ഇതിനുള്ള നേതൃത്വം നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ സന്തോഷത്തോടെ ഞങ്ങൾ സാധനം ഇനി വന്നിരിക്കുന്ന എല്ലാവർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രത്യേകിച്ച് ഈ വീടുകൾ ലഭ്യമാകാൻ ഭാഗ്യം കിട്ടുന്ന ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അവർക്ക് നല്ല കൈയടി കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാ നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, വികാരി ജനറൽ അച്ഛന്മാർ, സഭാ സെക്രട്ടറി അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ സമ്മാനം കൊടുക്കുന്ന സ്വീകരിക്കുന്ന ആളുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് വേണം കൊടുക്കാൻ. അപ്പോഴാണ് ആ സമ്മാനം ഹൃദയസ്പർശിയായിട്ട് തീരുന്നത്. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോഴും ജന്മദിനം ആഘോഷിച്ചപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഭാ കൗൺസിലിന് ഇടയായത്. അതുകൊണ്ടാണ് ഈ ഭവനം ഇല്ലാത്തവർക്ക് ഭവനം നൽകുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുവാനും എടുത്തു ചാടുന്നതിനുമൊക്കെ ഇടയായി തന്നത്. തിരുമേനിയുടെ ഹൃദയം അതാണ്. വേദനിക്കുന്നവൻ്റെ വേദന കാണുമ്പോൾ പിടയ്ക്കുന്ന, വേദനിക്കുന്ന, അസ്വസ്ഥമാകുന്ന മനസ്സ്. അത് തമ്പുരാനുമായുള്ള ബന്ധത്തിലാണ് അത് സാധ്യമായിട്ട് തീരുക.
തമ്പുരാൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും അങ്ങനെയാണ്. തള്ളപ്പെട്ടവരോടും വേദനിക്കുന്നവരോടും കഷ്ടപ്പെടുന്നവരോടും താതാത്മ്യം പ്രാപിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ കാലത്ത് യേശു കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ പലരാലും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒന്നാണ്. എന്നാൽ അതിൻ്റെ പുറകിലുള്ള ഒരു ഫിലോസഫിയുണ്ട്. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടവനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ദൈവം സൃഷ്ടിച്ചതല്ലേ എല്ലാവരെയും. അതിൽ ചിലരോട് പ്രത്യേക സ്നേഹവും ചിലരോട് പ്രത്യേക മമതയും കാണിക്കുന്നത് അത് ദൈവഹൃദയത്തിന് യോജിച്ചതാണോ എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച പോലെ അതിൻ്റെ പ്രത്യേക ഒരു ഫിലോസഫിയുണ്ട്, കാരണമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വികാരി അച്ഛനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും അച്ഛൻ എല്ലാവരും ഒരുപോലെ കാണണം. എന്നാൽ യേശു കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞവർക്ക് എല്ലാവരും ഒരുപോലെ കാണാൻ ഒക്കില്ല. അവരെപ്പോഴും വേദനിക്കുന്നവരോടും കണ്ണുനീർ തൂകുന്നവരോടും തള്ളപ്പെട്ടവരോടുമൊക്കെ പ്രത്യേക കരുതലും സ്നേഹം കാണിക്കേണ്ടവരാണ്. കാണിച്ചേ പറ്റൂ യേശു കർത്താവിൻ്റെ ഹൃദയം അറിയുന്നിട്ടുണ്ടെങ്കിൽ. എന്നാലൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. ഒരു കുട്ടി ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റാണ്, ഒരു കുട്ടി നോർമലാണ്. ഒരപ്പനും അമ്മയും പറയാണ് 2 എൻ്റെ മക്കളാണ്, ഞാൻ 2 പേരും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിലേത് കുട്ടിയാണ് ഗുണം കിട്ടാൻ പോകുന്നത്? എല്ലാവർക്കും അറിയാം, നോർമലായ കുട്ടി. മറ്റേ കുട്ടി തഴയപ്പെടും. ഞാനൊരിക്കൽ ബാംഗ്ലൂർ ഈ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ വൈസ് പ്രിൻസിപ്പലിൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്നതിനായിട്ട് പോയി. ഞാൻ അച്ഛനായിരിക്കുന്ന സമയത്താണ്. അവർക്ക് 2 മക്കളാണുള്ളത്. മൂത്ത കുട്ടി വളരെ ഹാൻഡിക്യാപ്റ്റാണ്, 2 ക്രച്ചസിലാണ് നടക്കുന്നത്. രണ്ടാമത്തെ കുട്ടി വളരെ നോർമലാണ്, മിടുക്കനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നാ കുടിക്കാൻ വേണം. ഞാൻ പറഞ്ഞു വെള്ളം മതി. അപ്പോൾ ഈ വൈസ് പ്രിൻസിപ്പൽ അവരൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഈ ക്രച്ചസിൽ നടക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ 2 ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുപോവാ. അപ്പോൾ ഈ കൊച്ചൻ അവനെന്നെ നടക്കാൻ മേല, 2 ക്രച്ചസിലാണ് നടക്കുന്നത്. അതും വെച്ച് വലിഞ്ഞ് പോയി 2 ഗ്ലാസ് വെള്ളം ട്രേയിലെടുത്ത് കൊണ്ടുപോകും. സത്യം പറഞ്ഞ് എനിക്കതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല, അത്ര പ്രയാസം. ഞാൻ എൻ്റെ കൂടെ അവരുടെ ഒരു കസിനുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഇത്ര ക്രൂരയാണ് ഇവർക്ക്, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഇങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുക, അറിയാൻ മേല. അപ്പോൾ അവർ പറഞ്ഞു, ഞാനും അവരോട് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇവനും മറ്റവനെ പോലെ തന്നെ എല്ലാം ചെയ്യാൻ കഴിവുണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഉത്തരവാദിത്തം. എനിക്ക് വെള്ളം തന്നതിന് ശേഷം പോയി കളിക്കാൻ നോക്കി, ക്രിക്കറ്റ് കളിക്കാൻ അവിടെ പോകും. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഈ 2 ക്രച്ചസും വെച്ച് ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഒരു പുതിയ ദർശനം കിട്ടി. ഇങ്ങനെയാണല്ലോ വേണ്ടതെന്ന്, യേശുവിൻ്റെ മനസ്സ് ഇത് തന്നെയല്ലേ എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ പഠിച്ച് പാസ്സായി അവിടെ തന്നെ പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ ഇതാണ് യേശുവിൻ്റെ മനസ്സ്. സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവർ, തള്ളപ്പെട്ടവർ, ഭവനമില്ലാത്തവർ, കഷ്ടത അനുഭവിക്കുന്നവർ, അവരോട് പ്രത്യേക കരുതലും സ്നേഹവും, അതാണ് ദൈവസ്നേഹം. അങ്ങനെ കാണിക്കാൻ സാധിക്കാത്തൊരു മനുഷ്യന് യേശുവിൻ്റെ മനസ്സ് ഉൾക്കൊണ്ടിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. യേശുവിൻ്റെ മനസ്സ് ഉൾക്കൊള്ളുന്നവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പ്രവർത്തിക്കാനായിട്ടൊക്കില്ല. ആ മനസ്സ് ഉൾക്കൊള്ളുവാൻ തക്കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് സഭാ കൗൺസിലിൻ്റെ അനുമോദിക്കുവാനുള്ള അവസരം ഇടയായിത്തീരുന്നത്. മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ഉള്ള സമ്മാനം നൽകാൻ ഇടയായിത്തീർന്നത്. ജനങ്ങളുടെ റെസ്പോൺസ് അത്ര വലിയതാണ്. ബഹുമാനപ്പെട്ട വികാരി ജനറാളച്ചനാണ് നേതൃത്വം കൊടുക്കുന്നത്, സ്കറിയാച്ചനൊപ്പം. പക്ഷേ ജനങ്ങളുടെ അതിനോടുള്ള റെസ്പോൺസ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വളരെ 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 അധികമാണ്.
ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആ ഭവനങ്ങൾ അതിനേക്കാൾ അപ്പുറം ആളുകൾ സന്തോഷത്തോടെ ഇതിനു വേണ്ടി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനസ്സും അതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന നൽകുവാൻ തയ്യാറായ ജനങ്ങളുണ്ട്. ഒരുപാട് ഓടി നടന്ന് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സന്തോഷത്തോടെ നൽകുന്നവരാണ്. ഇതൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നുണ്ട്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിനൊക്കെ കാരണക്കാരനായിത്തീരുന്ന അഭിമന്യ മെത്രാപ്പൊലീത്തത്തിനും ഇനി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് ശക്തിയും സൗഖ്യവും നൽകി ഈ സഭയ്ക്ക് നല്ല നേതൃത്വം നൽകുവാൻ ആവശ്യമായ കൃപ നൽകണമേ എന്നുള്ളത് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ആ പ്രാർത്ഥന ആണ് എപ്പോഴും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇന്ന് 31 ഭവനങ്ങളുടെയാണ് തറക്കല്ല് ഇടുന്ന് ബ്ലസ് ചെയ്യുന്നത്. ഇത് ലഭിക്കുന്നവർ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാം തമ്പുരാനെ എൻ്റെ കൃപ, എല്ലാം ദാനം വിനയാന്വിതരായി എപ്പോഴും സ്തുതിസ്തോത്രം അർപ്പിപ്പാനിടയാകണം. നിങ്ങൾ താമസിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയും ഗാനവും എല്ലാം അനേകർ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്നതിനുള്ള മുഖാന്തരമാകണം. എനിക്കൊരാശംസ കൂടിയുണ്ട്. ഇന്ന് പലരുടെ സഹായത്താൽ നമുക്കൊരു ഭവനം ലഭിക്കുന്നു. ദൈവമേ, ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശ്രദിക്കണം. എന്തിനു വേണ്ടി? ഇതുപോലെ അനേകർക്ക് ഭവനങ്ങൾ നൽകുവാൻ തക്കവണ്ണം എൻ്റെ മക്കളെ അവിടുന്ന് ആശ്രദിക്കണം, എടുത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ആശംസ. അഭിമന്യ തിരുമേനിക്ക് ആശംസകൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ആയുസ്സും ആരോഗ്യവും നൽകി സഭയ്ക്ക് പുതിയ ശക്തി നൽകുവാൻ, പുതിയ ദർശനം നൽകുവാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാമത്തിൽ ഈ ശിലകൾ വാഴ്ത്തപ്പെടുന്നു. എല്ലാവർക്കും ഇരിക്കാം. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, സഭ്രതൻ മെത്രാപ്പൊലീത്ത തിരുമേനി, വികാരി ജനറൽ അച്ഛന്മാർ, സഭാ സെക്രട്ടറി, വൈദിക ശ്രേഷ്ഠരെ, അഭയം പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന എൻജിനീയേഴ്സ്, ഇന്ന് ഭവനങ്ങൾക്കുള്ള ശിലകൾ കൈപ്പറ്റുന്ന ഭവനാംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, പ്രിയപ്പെട്ടവരെ, DSMC ചുമതലക്കാരെ, മാധ്യമ പ്രവർത്തകരെ, സ്നേഹ വന്ദനം. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന സുദിനമാണ്. വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന ഭവനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഭവനങ്ങളിൽ ബുദ്ധിമുട്ട് പേറി താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വാസയോഗ്യമായ ഒരു വീട് സ്വപ്നം കാണുകയാണ്. അതിനുള്ള ശിലകൾ ഇന്ന് പ്രതിഷ്ഠിച്ച് സമർപ്പിക്കുകയാണ്. വരുന്ന നാളുകളിൽ 4 മാസത്തിനുള്ളിൽ ഈ പണികൾ പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജോർജ് മാത്യുച്ചൻ ഓർപ്പിച്ചതുപോലെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജന്മദിനവും പൗരോഹിത്യ സുവർണ ജൂബിലിയും ഈ വിധത്തിലുള്ള കർമ്മ പദ്ധതികളായി രൂപപ്പെട്ടു. ഇതിനോടകം ധാരാളം വീടുകൾ
പൂർത്തീകരിക്കാൻ, പണികൾ ആരംഭിക്കുവാൻ ഒക്കെ സാധിച്ചു. പണികളുടെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കുന്ന വീടുകൾ, അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന തലത്തിലാണ് ഇന്ന് നെരണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ ബൗണ്ടറിയിലുള്ള പരിധിയിലുള്ള 31 വീടുകൾക്കുള്ള ശിലകൾ ആശീർവദിക്കുന്നത്. അതോടൊപ്പം തന്നെ മഴക്കെടുതി അനുഭവിക്കുന്ന ആളുകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പേറുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ഈ അടുത്ത സമയത്ത് സ്വീകരിച്ചു. അതും പരിഗണിച്ച് അങ്ങനെയാണ് ഇന്ന് 31 വീടുകൾക്ക് തുടക്കം കുറിക്കുവാൻ കാരണമാകുന്നത്. ഇതിന് മുഖാന്തരമൊരുക്കിയ ദൈവത്തോട് നന്ദി പറയുന്നു. 31 വീടുകളുടെ പണികൾ പൂർത്തീകരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ, ഒരു വീടിന് 550 സ്ക്വയർ ഫീറ്റ് ഒരു വീട് 7,50,000 രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 2,100 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് ചാർജ് ചെയ്യുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കോൺട്രാക്ടേഴ്സ് 1,300 രൂപ റേറ്റിലാണ് ഇത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ മെറ്റീരിയൽസ് സൗജന്യമായി നൽകുന്നവരുണ്ട്, വാങ്ങിച്ച് നൽകുന്നവരുണ്ട്, പലതരത്തിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് 7,50,000 രൂപയ്ക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഇതിനാവശ്യമായ ടെക്നിക്കൽ അഡ്വൈസ് നൽകുന്ന ഒരു എഞ്ചിനീയറിംഗ് പാനൽ അന്ന ആർക്കിടെക്റ്റിൻ്റെ നേതൃത്വത്തിൽ ND എബ്രാ സാർ, വർഗീസ് തോമസ്, മാത്യു തോമസ്, ശോശാമ്മ മാഡം തുടങ്ങിയവരുടെ നിരന്തരമായ ആലോചനകളും സാന്നിധ്യവും ഈ പ്രവർത്തനത്തെ ഏറെ പ്രചോദനം നൽകുന്നു. മാത്രമല്ല, മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നല്ല ആലോചനകൾ, സംയോജിതമായ ഇടപെടലുകൾ, സബ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നല്ല കരുതൽ, ജോർജ് മാത്യുസിൻ്റെ നല്ല നേതൃത്വം, സഭാ സെക്രട്ടറിയുടെ ഇടപെടൽ, സഭാ ഓഫീസിൻ്റെ സജീവമായ പങ്കാളിത്തം, ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഈ വീടുകളുടെ പണികൾ പൂർത്തീകരിക്കുന്നത്. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ 21 ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ആരെങ്കിലും വന്നെങ്കിൽ അവരിവിടെ പറയുന്നത് നല്ലതായിരിക്കും. 24 പേരാണ് ഇന്നിവിടെ വരും എന്ന് പറഞ്ഞിരുന്നത്. എല്ലാവരോടും ഞാൻ ഫോണിലൂടെ സംസാരിച്ചു, ഒരുമിച്ച് വിളിച്ചു കൂട്ടിയപ്പോൾ പറഞ്ഞു 7,50,000 രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന വീടുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിൽ അതിൻ്റെ അടിസ്ഥാന പണികൾ നടക്കുമ്പോൾ, തറകെട്ടിൻ്റെ പണികൾ നടക്കുമ്പോൾ ഏതാണ്ട് 50% റേറ്റ് വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ ഒരു വീടിന് തറകെട്ടുമ്പോൾ 1,09,000 രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നിടത്ത് 1,67,000 രൂപ ചിലവ് പ്രതീക്ഷിക്കുകയാണ്. കല്ലുകെട്ട് ഒഴിവാക്കി ബെൽറ്റും പ്ലിന്ത് ബീമും കൊടുത്ത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള ഒരു ക്രമീകരണമാണ് തറകെട്ടിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പ്രിയപ്പെട്ടവർ നൽകണം. 2,50,000 രൂപ എല്ലാവരും ഓഫീസിൽ അടച്ചു കഴിയുമ്പോഴാണ് പണികൾ ആരംഭിക്കുന്നത്. കാരണം കോൺട്രാക്ടറും വീട്ടുകാരും തമ്മിലാണ് എഗ്രിമെൻ്റ് വയ്ക്കുന്നത് എങ്കിലും ഞങ്ങളുമായുള്ള ഇടപെടലിലാണ്. അതുകൊണ്ട് ഓരോ ഘട്ടം പണി പൂർത്തീകരിക്കുമ്പോഴും കോൺട്രാക്ടേഴ്സിന് പണം കൊടുക്കണമെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട പണം ഓഫീസിലെത്തിയെങ്കിൽ മാത്രമേ തുക ഇവരുടെ പേരിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഇന്ന് കല്ലുകൾ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും പണികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 2,50,000 രൂപ നൽകുന്നതിന് വേണ്ട ക്രമീകരണം ചെയ്യണം. എന്നാൽ അതിലൊരു അല്പം ഇളവുള്ളത് 1,00,000 രൂപ അടച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് തടിയോ മറ്റ് മെറ്റീരിയൽസോ ഉണ്ടെങ്കിൽ അതിന് വിലയിട്ട് ആ വില കൂടെ ഈ ബാക്കിയുള്ള തുകയിൽ വകവരുത്താനായിട്ട് ശ്രമിക്കും. തീർച്ചയായും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, പ്രിയപ്പെട്ട അച്ഛന്മാരുടെ നല്ല പിന്തുണ, ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നത്. തീർച്ചയായും ഇന്ന് ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ മെത്രാപ്പൊലീത്ത തിരുമേനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിശ്രമിക്കുകയായിരുന്നു.
എന്നാൽ വീടുകളുടെ കല്ലിടുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരുവല്ലായിലാണെങ്കിൽ ഞാനിവിടെ വന്ന് സംബന്ധിക്കാമെന്ന് പറഞ്ഞു. തിരുമേനി തന്നെ സജസ്റ്റ് ചെയ്തു, കൂർലോസ് തിരുമേനി, സബ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഇത് നിർവഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സാന്നിധ്യത്തിനും ആശീർവാദത്തിനും നല്ല നേതൃത്വത്തിനും നന്ദി കരയേറ്റുന്നു. ഈ പ്രോഗ്രാമിലുള്ള നന്ദി അറിയിക്കുന്നു. സബ്രൻ തിരുമേനിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അഭയം പദ്ധതിയിലെ ഒരു വീടിന് ഉള്ള പണം നൽകിക്കഴിഞ്ഞു. അങ്ങനെ പല ആളുകൾ, പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ ഒരു വീടിനുള്ള പണം നൽകി. എബി അച്ഛൻ്റെ വസ്തുവകയിൽ നിന്ന് ഒരു വീടിനുള്ള സ്ഥലം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ വ്യത്യസ്ത തലങ്ങളിലൂടെ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ജോർജ് മാത്യു അച്ഛനോടും ഈശോ മാത്യു അച്ഛനോടും സഭാ സെക്രട്ടറിയോടും മറ്റ് വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് DSMC ഇത് ലോകമെങ്ങും അറിയിക്കുന്നു. DSMCയോട്, പ്രത്യേകിച്ച് ഉമ്മൻ കെ ജോസഫ് അച്ഛനോട്, മാർത്തോമാ വിഷൻ ചാനലിൻ്റെ ചുമതല വഹിക്കുന്ന സാമിനോട് ഒക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് ഈ ശിലകൾ ഏറ്റുവാങ്ങുവാൻ വന്നു ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. പല ആളുകളിലൂടെ ചോദിച്ചു, ഈ മഴക്കാലത്ത് എങ്ങനെ പണി നടക്കും? ഞങ്ങളുടെ ഏരിയയിലൊന്നും ഈ വിധത്തിൽ റേറ്റ് കുറച്ച് ചെയ്യുന്ന ജോലിക്കാരെ കിട്ടാൻ പ്രയാസമാണ്. ഞങ്ങൾ ജോലിക്കാരെ തരാം, പക്ഷേ ദൂരെ നിന്ന് വരുമ്പോൾ അവർക്ക് താമസ സൗകര്യം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ശ്രമിച്ചാൽ 4 മാസം കൊണ്ട് വീടുകളുടെ പണി പൂർത്തിയാകും. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാം. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയോടെ വീടുകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ചെയ്യുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിലവിലുള്ള വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റി തറ ലെവൽ ചെയ്താൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം വന്ന് സെറ്റ് ഔട്ട് ചെയ്ത് തരും. സെറ്റ് ഔട്ട് ചെയ്ത് അന്ന ആർക്കിടെക്റ്റ് പ്ലാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഈ പ്ലാൻ പഞ്ചായത്തിൽ കൊടുത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കൊടുത്ത് പെർമിഷൻ നിങ്ങൾ എടുക്കണം. കറണ്ട് ഇല്ലെങ്കിൽ അതിനുള്ള കറണ്ടിനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. വെള്ളം നിങ്ങൾ കൊടുക്കണം. മെറ്റീരിയലൊക്കെ കോൺട്രാക്ടർ തന്നെ ഇറക്കി പണികൾ ആരംഭിക്കും. കോൺട്രാക്ടറോട് ചേർന്ന് നിന്ന് പണികൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു വേദി ഒരുക്കിയത് SC പള്ളിയാണ്. ഇതിനു മുൻപും 36 വീടുകളുടെ ശില പ്രതിഷ്ഠിച്ചപ്പോൾ ഈ ദേവാലയമാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് രാവിലെ കുർബാനയുണ്ടായിരുന്നെങ്കിലും അത് കട്ട് ഷോട്ട് ചെയ്ത് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയ ഈ ഇടവകയുടെ വികാരി അച്ഛന്മാർ, ഇതിൻ്റെ ചുമതലക്കാർ, പ്രിയപ്പെട്ടവരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട ഗിയോറീസ് അച്ഛനും ടോണി അച്ഛനും ഒക്കെ ഇതിൽ സംബന്ധിക്കുന്നു. അവരുള്ള പ്രത്യേകമായ സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ അനുഗ്രഹമായ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം. നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരമുള്ളപ്പോൾ അതിനർഹരായവർക്ക് വേണ്ടി അത് ചെയ്യുവാൻ ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് സഭയ്ക്ക് തരും ദർശനത്തിനായി സ്തോത്രം. അത് അനുഗ്രഹമായി പൂർത്തീകരിപ്പാൻ സഭാജനങ്ങളെയും ഒരുക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയും. ഇന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മെത്രാപ്പൊലീത്ത തിരുമേനി, സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ഞങ്ങളുടെ വികാരി ജനറൽ അച്ഛന്മാർ, പ്രിയപ്പെട്ട എല്ലാവർക്കായും സ്തോത്രം. ഭവനങ്ങൾ ലഭിക്കുന്ന പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹമായി നിർവഹിക്കുന്ന VS കറിയാച്ചനായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ഉദ്യമത്തെ അങ്ങ് വാഴ്ത്തണമെന്ന് യേശു മെസ്സിയ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നമുക്ക് വാത്സല്യമുള്ളവരെ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങുവാൻ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ
ഉന്നതമായതിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.